പ്രോബ്ലം ഒന്നും വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുഞ്ഞു കുഞ്ഞു ടിപ്സ് പറഞ്ഞുതരാം. മെഡിക്കൽ ഉണ്ടാവുന്ന റിജക്ഷൻ എങ്ങനെ അവോയ്ഡ് ചെയ്യാം, ഇനി ഓൾറെഡി റിജക്ട് ആയവരാണെങ്കിൽ അവർക്കുള്ള നെക്സ്റ്റ് ഓപ്ഷൻ എന്താണ്. നേവിയിൽ ജോലിക്ക് കയറണം എന്ന് ആഗ്രഹിക്കുന്ന 90% സ്റ്റുഡൻസും ഫെയിൽ ആവുന്നത് അവരുടെ എക്സാമിലൊന്നും അല്ല, മറിച്ച് മെഡിക്കലിലാണ്. ഒരു ചെറിയ മിസ്റ്റേക്ക്, ചെറിയ ഒരു ഇഷ്യൂ, അതുകൊണ്ട് നിങ്ങളുടെ ഡ്രീം കരിയർ തന്നെ ഒരു റിപ്പോർട്ട് കൊണ്ട് അവിടെ സ്റ്റോപ്പ് ആകും. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏതൊക്കെ മെഡിക്കൽ ഇഷ്യൂസ് ആണ് റിജക്റ്റ് ആവുന്നത്, മെഡിക്കൽ ഉണ്ടാവുന്ന റിജക്ഷൻ എങ്ങനെ അവോയ്ഡ് ചെയ്യാം, ഇനി ഓൾറെഡി റിജക്റ്റ് ആയവരാണെങ്കിൽ അവർക്കുള്ള നെക്സ്റ്റ് ഓപ്ഷൻ എന്താണ്. വീഡിയോ ഫുള്ളായിട്ട് കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണേ. മെർച്ചന്റ് നേവി എന്ന് പറയുമ്പോൾ തന്നെ ഡിസിപ്ലിൻ, റെസ്പോൺസിബിലിറ്റി, ഹെൽത്ത് ഇതൊക്കെ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ബിക്കോസ് ഷിപ്പ് ലൈഫ് എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല. അതായത് എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻസ് വരാം. നിങ്ങൾ ഒരുപാട് മാസങ്ങളോളം സീ ലൈഫിലായിരിക്കും ഉണ്ടാവുന്നത്. അവിടെ എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷൻസ് ഉണ്ടായാൽ തന്നെ അടുത്തൊന്നും ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ് ഇല്ല, നിങ്ങൾക്ക് പെട്ടെന്ന് ഹോസ്പിറ്റലിലൊന്നും എത്തിച്ചേരാൻ സാധിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെയാണ് ഷിപ്പിംഗ് കമ്പനീസും അതുപോലെ DG റൂൾസും സ്ട്രിക്റ്റ് ആക്കിയിരിക്കുന്നത്. എന്താണ് സ്ട്രിക്റ്റ് ആക്കിയിരിക്കുന്നത്? അതായത് മെഡിക്കൽ ടെസ്റ്റ് പാസ് ആയവർക്ക് മാത്രമേ മെർച്ചന്റ് നേവി ഓൺ ബോർഡ് ജോലിക്ക് കയറാൻ സാധിക്കൂ എന്ന്. ഇനി നമുക്ക് എന്തൊക്കെയാണ് കോമൺ ആയിട്ട് ഉണ്ടാവുന്ന മെഡിക്കൽ റിജക്ഷൻ റീസൺസ് നോക്കാം. അതിൽ ഫസ്റ്റ് തന്നെ പറയാനുള്ളതാണ് ഐസൈറ്റിന്റെ കാര്യം. അതായത് ഐസൈറ്റ്, കണ്ണിന്റെ കാഴ്ച ശക്തിയിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ, അതായത് DG പറഞ്ഞ റൂള് പ്രകാരം എന്തെങ്കിലും ഡിഫറൻസ് വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മെഡിക്കൽ ടെസ്റ്റിനെ തന്നെ ബാധിക്കാം. ഈ ഐസൈറ്റ് ഇഷ്യൂസ് എന്ന് പറയുമ്പം അതിൽ ഏറ്റവും എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് കളർ ബ്ലൈൻഡ്നെസ്. കളർ ബ്ലൈൻഡ്നെസ് ഉള്ള ഒരാളെ തീർച്ചയായിട്ടും മെർച്ചന്റ് നേവിയിൽ ജോലിക്ക് കയറ്റില്ല. അതുപോലെ വീക്ക് വിഷൻ ഉള്ളവർക്ക്, അതുപോലെ ഹൈ പവർ ഉള്ളവരെയൊന്നും ഈ ഒരു ജോലിക്ക് യോഗ്യരായിട്ടുള്ളവരല്ല. എസ്പെഷ്യലി ഡെക്ക് സൈഡ് സ്റ്റുഡൻസിന് കളർ ബ്ലൈൻഡ്നെസ് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരിക്കലും ഷിപ്പിൽ ജോലിക്ക് കയറാൻ സാധിക്കില്ല. കാരണം എന്തുകൊണ്ടാന്ന് വെച്ചാൽ റെഡ്, ഗ്രീന്, ലൈറ്റ് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കണം. ഇങ്ങനെ റെഡ്, ഗ്രീൻ, ലൈറ്റ് കളർ ബ്ലൈൻഡ്നെസ് കാരണം ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് കിട്ടുന്ന സിഗ്നൽസ് മിസ്സാകും. സോ അത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ആണ്. അതുകൊണ്ട് കളർ ബ്ലൈൻഡ്നെസ് ഉള്ള ആൾക്കാരാണെങ്കിൽ, എസ്പെഷ്യലി ഡെക്ക് സൈഡിലോട്ടേക്ക് ജോലിക്ക് ശ്രമിക്കുന്നവരാണെങ്കിൽ, നിങ്ങൾക്ക് കളർ ബ്ലൈൻഡ്നെസ് ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും ഷിപ്പിൽ ജോയിൻ ചെയ്യാൻ സാധിക്കില്ല, നിങ്ങൾ മെഡിക്കലി അൺഫിറ്റ് ആകും. നെക്സ്റ്റ് ഉള്ളത് ഹാർട്ട് പ്രോബ്ലംസ്. എന്തെങ്കിലും BP-യുടെ വേരിയേഷൻസ് ഉള്ളവർക്ക്, ഹൈ BP ഉള്ളവർക്ക്, ലോ BP ഉള്ളവർക്ക്, അതുപോലെ ഹാർട്ട് റിതമിന് എന്തെങ്കിലും ഇഷ്യൂസ് ഉള്ളവരെ ഒന്നും ഷിപ്പിൽ ഒരിക്കലും ജോലിക്ക് എടുക്കില്ല. ഇതിന് കാരണം എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും പെട്ടെന്നൊരു എമർജൻസി സിറ്റുവേഷൻ ഓൺ ബോർഡ് സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ് വരുന്നില്ല. പെട്ടെന്നൊരു ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചേരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിലിംഗ് ഒക്കെ ആണെങ്കിൽ അതും നടക്കില്ല. അതുകൊണ്ട് തന്നെ കമ്പനീസ് ഒരിക്കലും റിസ്ക് എടുക്കാൻ തയ്യാറല്ല. അപ്പം ഹാർട്ട് പ്രോബ്ലംസ് ഉള്ളവരെയൊന്നും ഈ ഒരു ജോലിക്ക് എടുക്കുന്നതായിരിക്കില്ല, അവർ മെഡിക്കലി അൺഫിറ്റ് ആയിരിക്കും. അടുത്ത് പറയാനുള്ളത് ഫിസിക്കൽ ഫിറ്റ്നസ് അല്ലെങ്കിൽ BMI. ഓവർ വെയിറ്റ് ആയിട്ടുള്ള ആൾക്കാരെയും അതുപോലെ അണ്ടർ വെയിറ്റ് ഉള്ള ആൾക്കാരെയും ഒരിക്കലും ഷിപ്പിൽ ജോയിൻ ചെയ്യിക്കുന്നതായിരിക്കില്ല. നിങ്ങളുടെ ബോഡി മാസ് ഇൻഡെക്സ് പ്രകാരം, അതായത് ഹൈറ്റ്, നിങ്ങളുടെ ഹൈറ്റ് എത്രയാണോ അതിനനുസരിച്ചിട്ടുള്ള വെയിറ്റ് ആയിരിക്കണം നിങ്ങൾക്ക് ഉണ്ടാവേണ്ടത്. അല്ലാന്നുണ്ടെങ്കിൽ അതെന്താവും, ഒന്നുകിൽ അതിൽ കൂടുതലാണെങ്കിൽ ഓവർ വെയിറ്റ് ആകാം, അതിൽ കുറവാണെങ്കിൽ അണ്ടർ വെയിറ്റ് ആകാം. ഈ രണ്ട് സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാലും ഓൺ ബോർഡ് ചാൻസ് കിട്ടില്ല. നിങ്ങൾക്ക് ഫിറ്റ്നസ് ഇല്ല എന്നുണ്ടെങ്കിൽ ഷിപ്പിൽ എത്തിക്കഴിഞ്ഞ് ഓൺ ബോർഡ് വർക്കും കാര്യങ്ങളൊന്നും ഹാൻഡിൽ ചെയ്യാൻ പറ്റൂല. അതായത് ഹെവി മെഷീനറീസ് കൊണ്ടൊക്കെയുള്ള വർക്കാണ് നടക്കുന്നത്. അതുപോലെ തന്നെ ഉറക്കൊന്നും ഇല്ലാത്ത, ചില സമയത്ത് ഒരുപാട് സമയം നീണ്ടു നിൽക്കുന്ന ജോലിയൊക്കെ ആയിരിക്കും. അപ്പം നിങ്ങൾക്ക് ശരീരത്തിന് ഹൈറ്റിനനുസരിച്ചുള്ള വെയിറ്റ് എല്ലാം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരം, ബോഡി പെട്ടെന്ന് ക്ഷീണാവുകയും നിങ്ങൾക്ക് ജോലി തുടർന്ന് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയും വരും. അതുകൊണ്ട് തന്നെ കമ്പനി ആ ഒരു കാര്യം അവിടെ പ്രൊമോട്ട് ചെയ്യില്ല. സോ നിങ്ങൾ ഫിസിക്കലി ഫിറ്റ് ആണെങ്കിൽ മാത്രമാണ് ഓൺ ബോർഡ് നിങ്ങൾക്ക് ജോലി ലഭിക്കുന്നത്. നെക്സ്റ്റ് പറയാനുള്ളത് ഹിയറിംഗ് ഇഷ്യൂ ഉള്ളവർക്ക്, കേൾവി സംബന്ധമായിട്ട് എന്തെങ്കിലും പ്രശ്നം, അതായത് കേൾവിക്കുറവ് അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്കാണെങ്കിലും ഷിപ്പിൽ ചാൻസ് ഇല്ല. അതായത് ഈ കേൾവിക്കുറവ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും, അലാംസ് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്ത് അതെന്തിന്റെ അലാംസ് ആണ് വന്നത്, എന്താണ് അങ്ങോട്ട് ചെയ്യാൻ പറ്റുന്നത്, കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. സോ ഇങ്ങനെ ഹിയറിംഗ് പ്രോബ്ലം ഉള്ള ഒരാളാണ് ഷിപ്പിൽ ജോലിക്ക് കയറുന്നതെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും അലാംസ് മിസ്സാകും. ഓരോ അലാം മിസ്സായാൽ തന്നെ അത് ഷിപ്പിൽ ലൈഫ് ത്രെട്ടനിങ് വരെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഹിയറിംഗ് ഇഷ്യൂസ് ഉള്ളവരെ ഒരു കാരണവശാലും ഷിപ്പിൽ ജോലിക്ക് കയറ്റുന്നതായിരിക്കില്ല. നെക്സ്റ്റ് നോക്കുന്ന ഒരു കാര്യം നിങ്ങളുടെ മെന്റൽ ഹെൽത്ത് ആണ്. അതായത് ഡിപ്രഷൻ, ആങ്സൈറ്റി, ഈ കാര്യങ്ങളൊക്കെ വളരെ സീരിയസ് ആയിട്ട് തന്നെ ചെക്ക് ചെയ്യുന്നതായിരിക്കും. ഇങ്ങനെ എന്തെങ്കിലും ഒരു ഇഷ്യൂസ് ഉണ്ടെങ്കിലും
ഓൺ ബോർഡ് ജോലി ലഭിക്കുന്നതായിരിക്കില്ല. കാരണം അവിടെ ഷിപ്പിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് മാസങ്ങള് ഐസൊലേഷൻ ലൈഫായിരിക്കും. അതായത് ഫാമിലിയിൽ നിന്നും ഒക്കെ വേണ്ടപ്പെട്ടവരിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുന്ന ഒരു ലൈഫാണ് അവിടെ വരുന്നത്. സോ ഇങ്ങനെ ആങ്സൈറ്റി ഇഷ്യൂസ് അല്ലെങ്കിൽ ഡിപ്രഷൻ ഇഷ്യൂസ് ഉള്ളവർക്കൊന്നും അവിടെ ഇത്രയും മാസങ്ങള് ലോങ് കോൺട്രാക്ട് ഒന്നും പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ കമ്പനി ഇങ്ങനെ ഇഷ്യൂസ് ഉള്ളവരെ ഒരു കാരണവശാലും പ്രൊമോട്ട് ചെയ്യുന്നതായിരിക്കില്ല. ഇവിടെ എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ഒരു കോഴ്സ് പഠിക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ, അതായത് മെർച്ചന്റ് നേവിക്ക് വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നതിന് മുന്നേ തന്നെ പ്രോപ്പർ ആയിട്ട് ഒരു മെഡിക്കൽ ടെസ്റ്റ് ചെയ്യണം. അതിനുശേഷം മാത്രം നിങ്ങൾക്ക് എന്തെങ്കിലും ഡിഫക്റ്റോ കാര്യങ്ങളോ ഉണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും മെഡിക്കലി അൺഫിറ്റ് ആയ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം ഈ ഒരു കോഴ്സ് പഠിക്കാൻ വേണ്ടിയിട്ടൊക്കെ ആണെങ്കിലും നിങ്ങൾ തയ്യാറാവുക. കാരണം നിങ്ങൾ കോഴ്സൊക്കെ പഠിച്ചു, ചിലപ്പം IMUCT എഴുതി കിട്ടിയിട്ടുണ്ടാകാം, സ്പോൺസർഷിപ്പ് കിട്ടിയിട്ടുണ്ടാകാം. ഇങ്ങനെയൊക്കെ നടന്നിട്ട് നിങ്ങൾക്ക് ഫൈനലി നിങ്ങൾ കോഴ്സൊക്കെ പഠിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് അൺഫിറ്റ് ആണെന്ന് അറിയുന്നതെങ്കിൽ നിങ്ങളുടെ ഇയറും ക്യാഷും ഒക്കെ നഷ്ടാവുന്നതായിരിക്കും. സോ നിങ്ങൾ ആ ഒരു മെർച്ചന്റ് നേവിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റാർട്ടിങ്ങിൽ തന്നെ മെഡിക്കൽ ടെസ്റ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഹൗ ടു അവോയ്ഡ് റിജക്ഷൻ ഇൻ മെർച്ചന്റ് നേവി. എങ്ങനെ നിങ്ങൾക്ക് റിജക്ഷൻ ഒഴിവാക്കാൻ സാധിക്കും? അതായത് ഇതിനു വേണ്ടിയിട്ട് നിങ്ങൾ ഫസ്റ്റ് തന്നെ ചെയ്യേണ്ട കാര്യം ഇപ്പം ഞാൻ പറഞ്ഞു അത് തന്നെ. അതായത് നിങ്ങളുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ മെഡിക്കൽ ടെസ്റ്റ് ചെക്ക് ചെയ്യുക. എന്തൊക്കെയാണ് അൺഫിറ്റ് ആയിട്ടുള്ളത് എന്ന് പ്രോപ്പർ ആയിട്ട് ഐഡന്റിഫൈ ചെയ്യുക. കാര്യം DG ഷിപ്പിംഗ് അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു ഡോക്ടറുടെ അണ്ടറിൽ തന്നെ പോയിട്ട് മെഡിക്കൽ എടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അധികവും റിജക്ഷൻ നടക്കുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഐസൈറ്റിന്റെ കാര്യം വരുമ്പോഴാണ്. സോ നിങ്ങളുടെ ഐസൈറ്റ് കുറച്ചും കൂടി മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഐസൈറ്റിന് പ്രോബ്ലം ഒന്നും വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുഞ്ഞു ടിപ്സ് പറഞ്ഞുതരാം. അതായത് നിങ്ങളുടെ സ്ക്രീൻ ടൈം നിങ്ങൾ കുറയ്ക്കുക. നിങ്ങൾ ഫുൾ ടൈം ഫോൺ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ ഡാർക്ക് റൂമിലൊക്കെ ഇരുന്നിട്ട് ഫോൺ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളുടെ സ്ക്രീൻ ടൈം നിങ്ങൾ മാക്സിമം കുറയ്ക്കുക. അത് നിങ്ങളുടെ കണ്ണിന് വരുന്ന പല ഇഷ്യൂസിൽ നിന്നും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും. ഇനി റിജക്ഷൻ വരുന്ന ഒരു ഏരിയ ആണ് ഫിറ്റ്നസിന്റെ കാര്യം. ബോഡി ഫിറ്റ്നസ്, ഫിസിക്കൽ ഫിറ്റ്നസിന്റെ കാര്യം എടുക്കുമ്പോൾ, അതായത് അണ്ടർ വെയിറ്റ്, ഓവർ വെയിറ്റ് കാര്യങ്ങളൊക്കെ. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് പ്രോപ്പർ ആയിട്ട് നിങ്ങളുടെ ബോഡിയെ മെയിൻറ്റെയിൻ ചെയ്യുക. അതായത് അണ്ടർ വെയിറ്റ് ആവാനും പാടില്ല. നല്ല പ്രോട്ടീൻസും കാര്യങ്ങളൊക്കെ അടങ്ങിയ ഫുഡ്സ് കഴിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അണ്ടർ വെയിറ്റ് ആവാതെ നോക്കുക. അതുപോലെ ഓവർ വെയിറ്റ് ആവാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം. ജിമ്മ്, വർക്കൗട്ട് കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നവരാണെങ്കിൽ അത് ഏറ്റവും നല്ല കാര്യമാണ്. അതായത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എന്ത് കാര്യമാണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ഹൈറ്റ് എത്രയാണോ ആ ഹൈറ്റിനനുസരിച്ചിട്ട് ഉള്ള ഒരു വെയിറ്റ് തന്നെ നിങ്ങളുടെ ബോഡിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. ഒരു കാരണവശാലും ആ ഒരു ബോഡി മാസ് ഇൻഡെക്സ് കുറയാനും പാടില്ല, കുറഞ്ഞത് അണ്ടർ വെയിറ്റ് ആയി, കൂടാനും പാടില്ല, കൂടിയല്ലാതെ ഓവർ വെയിറ്റുമായി. കഴിയുന്നതും ജങ്ക് ഫുഡ് കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യുക. അതുപോലെ സ്മോക്കിംഗ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ അത് കംപ്ലീറ്റ്ലി നിർത്തുക. ആൽക്കഹോളിന്റെ യൂസ് കുറയ്ക്കുക. കാരണം എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഈ സ്മോക്കിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് അത് ലങ്സിനൊക്കെ വളരെ മോശമായിട്ട് ബാധിക്കുന്ന കാര്യമാണ്. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നിങ്ങൾ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ, അതായത് സ്മോക്ക് ചെയ്യുന്നത്, ആൽക്കഹോൾ കൺസംഷൻ, അതുപോലെ ജങ്ക് ഫുഡ്സ്, ഇതൊക്കെ നിങ്ങളുടെ മെഡിക്കലിൽ ഉണ്ടാവുന്ന ഫെയിലിയർ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള റീസൺസ് ആയിട്ട് മാറും. കമ്പനീസ് ഒരു കാരണവശാലും ഹെൽത്തിന്റെ കാര്യത്തിൽ റിസ്ക് എടുക്കില്ല. ഇത് പറയുന്ന സമയത്ത് ഒരു കുഞ്ഞു ടിപ്പ് പറയാം. നിങ്ങളുടെ ഐസൈറ്റും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ഏത് കോഴ്സ് എടുക്കണം എന്നുള്ളത് തീരുമാനിച്ച് കോഴ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. കാരണം ഈ പറഞ്ഞതുപോലെ കളർ ബ്ലൈൻഡ്നെസ് എല്ലാം ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഡെക്സൈറ്റിലേക്ക് ജോലിക്ക് കയറണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. സോ നിങ്ങളുടെ ഐസൈറ്റിന്റെ കണ്ടീഷനും കാര്യം, കളർ ബ്ലൈൻഡ്നെസ് കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ കോഴ്സ് ചൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുവാണെങ്കിൽ ഒരു പരിധി വരെ നിങ്ങൾക്ക് മെഡിക്കൽ ടെസ്റ്റിൽ ഉണ്ടാവുന്ന റിജക്ഷൻസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇനി സപ്പോസ് നിങ്ങൾ മെഡിക്കൽ ടെസ്റ്റിൽ റിജക്റ്റ് ആയി എന്ന് കരുതുക. അപ്പോഴേ എന്താണ് അടുത്തൊരു ഓപ്ഷൻ വരുന്നത് എന്ന് നോക്കാം. ഫസ്റ്റ് നിങ്ങൾ റിയാലിറ്റി ആക്സെപ്റ്റ് ചെയ്യുക. അതായത് ഒരു മെഡിക്കൽ ടെസ്റ്റിൽ നിങ്ങൾ ഫെയിൽ ആയി കഴിഞ്ഞാൽ ഓക്കെ, അത് ഫെയിലായി, ഇനി നിങ്ങൾക്ക് അങ്ങോട്ട് മെർച്ചന്റ് നേവിയിൽ ഓൺ ബോർഡ് സെയിലിംഗ് എന്നുള്ളൊരു ഓപ്ഷൻ ഇല്ല എന്നുള്ളൊരു കാര്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ ഒരു മെഡിക്കൽ ടെസ്റ്റ് നിങ്ങൾ ഫെയിൽ ആയി എന്ന് കരുതിയിട്ട് നിങ്ങളുടെ മെർച്ചന്റ് നേവി എന്നുള്ള ഡ്രീം അല്ലെങ്കിൽ ആ ഒരു കരിയർ അവിടെ ഫുള്ളായിട്ട് സ്റ്റോപ്പ് ആവുന്നില്ല. നിങ്ങളുടെ ലൈഫ് അവിടെ എൻഡ് ആവുകയല്ല ചെയ്യുന്നത്. നിങ്ങൾക്ക് റിജക്ഷൻ സംഭവിച്ചിട്ടുള്ളത് ഐസൈറ്റ് ഇഷ്യൂസിലോ അല്ലെങ്കിൽ കളർ ബ്ലൈൻഡ്നെസ് കാര്യങ്ങൾക്കൊക്കെ ആണെങ്കിൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇനി നിങ്ങൾക്ക് BSc നോട്ടിക്കൽ സയൻസ്, DNS പോലെയുള്ള ഡെക്സൈറ്റിലേക്ക് വരുന്ന കോഴ്സസ് പഠിക്കാൻ സാധിക്കില്ല. പക്ഷെ അവിടെ നിങ്ങൾക്ക് മെർച്ചന്റ് നേവിയിൽ കയറാൻ പറ്റില്ല എന്ന് പറയുന്നില്ല. ഞാൻ പറഞ്ഞതുപോലെ തന്നെ എൻജിൻ സൈഡിൽ കുറച്ച് റിലാക്സേഷൻസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്.
സോ എന്താണ് നിങ്ങളുടെ ഡിഫക്റ്റ്, എത്രയാണ് ഇപ്പൊ പവറിന്റെ കാര്യത്തിലാണെങ്കിൽ എത്രയാണ് പവർ, അതുപോലെ കളർ ബ്ലൈൻഡ്നെസ് എങ്ങനെയാണ് വരുന്നത്, ഈ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എഞ്ചിൻ സൈഡിലോട്ടേക്ക് ട്രൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം ആദ്യം ഒന്ന് നോക്കുക. സോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എഞ്ചിൻ സൈറ്റിലോട്ടേക്ക്, എഞ്ചിൻ ഡിപ്പാർട്ട്മെന്റിലോട്ടേക്ക് ജോലിക്ക് കയറാൻ വേണ്ടിയിട്ട് അത് റിലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു കോഴ്സ് പഠിക്കാൻ സാധിക്കും. പിന്നെ എഞ്ചിൻ സൈഡ് താല്പര്യമില്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഷോർട്ട് ജോബ്സ് ഒക്കെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതായിരിക്കും. നിങ്ങൾ ചൂസ് ചെയ്യുന്നത് കറക്റ്റ് പാത്ത് ആണെങ്കിൽ നിങ്ങൾക്ക് പിന്നെയും അവിടെ കരിയർ വരുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് റിജക്ഷൻ സംഭവിക്കുന്നത് ബോഡി മാസ് ഇൻഡെക്സ് കാര്യങ്ങൾ, അതായത് നിങ്ങളുടെ ഫിസിക്കൽ ഫിറ്റ്നസ് ചെക്ക് ചെയ്യുന്ന സമയത്താണെങ്കിൽ അവിടെ നിങ്ങൾക്ക് കുറച്ച് സമാധാനിക്കാനുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. കാരണം ഇതിൽ ഫുള്ളായിട്ട് അങ്ങനെ റിജക്ഷൻ നടക്കുന്നില്ല. നിങ്ങൾക്ക് നിങ്ങൾ എന്താണോ പ്രശ്നം വന്നിട്ടുള്ളത്, അതായത് അണ്ടർ വെയിറ്റ് ആയതാണോ അല്ലെങ്കിൽ ഓവർ വെയിറ്റ് ആയതാണോ, ആ ഒരു കാര്യം മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ ഫിസിക്കൽ ഫിറ്റ്നസ് നിങ്ങൾ റെഡി ആക്കിയതിനു ശേഷം വീണ്ടും നിങ്ങൾക്ക് ഈ ഒരു മെഡിക്കൽ ടെസ്റ്റിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. സോ ആ സമയത്ത് നിങ്ങൾ BMIക്ക് അനുസരിച്ചിട്ടുള്ള റേഞ്ച് കൊണ്ടുവന്ന് നിങ്ങളുടെ ഫിറ്റ്നസ് ഓക്കെ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിരിച്ച് ഷിപ്പിലേക്ക് ഒരു ജോലി എന്നുള്ള സ്വപ്നത്തിലേക്ക് വീണ്ടും എത്തിപ്പെടാൻ സാധിക്കുന്നതാണ്. സോ ഒരുപാട് സ്റ്റുഡൻസ് ഈ ഒരു സിറ്റുവേഷനിൽ ഫെയിൽ ആയിട്ട് അവിടുന്ന് തിരിച്ചു വന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എൻ്റെ ഫ്രണ്ട് മെർച്ചന്റ് നേവിയിൽ ജോലി ചെയ്യുന്ന ആളാണ്. അപ്പൊ ആൾക്ക് ഇതുപോലെ തന്നെ മെഡിക്കൽ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആള് കോഴ്സും കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞു. ആ സമയത്തൊക്കെ ഓക്കെ ആയിരുന്നു. പക്ഷെ ജോലിക്ക് വേണ്ടിയിട്ട് നോക്കുന്ന സമയത്ത് ആളുടെ ഫിസിക്കൽ ഫിറ്റ്നസ് BMIയിൽ ചെറിയ വേരിയേഷൻ വന്നു. ആള് കുറച്ചൊന്ന് ഓവർ വെയിറ്റ് ആയി. സോ അവിടെ മെഡിക്കൽ കിട്ടിയില്ല. പിന്നെ തിരിച്ച് നാട്ടിലേക്ക് വന്ന് ആള് ആ ഒരു കാര്യങ്ങളൊക്കെ ശരിയാക്കി. ഓവർ വെയിറ്റ് ഉണ്ടായ ആള് ഫുഡ് കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്തു, ഓടാൻ പോയി, നടക്കാൻ പോയി, അങ്ങനെ ആ ഒരു BMI റേഞ്ചിലേക്ക് തന്നെ എത്തിച്ച് വീണ്ടും ഈ ഒരു മെഡിക്കലിന് അപ്ലൈ ചെയ്തു. ആ മെഡിക്കലില് ഫിറ്റായി ഇപ്പൊ ആള് മെർച്ചന്റ് നേവിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഇവിടെയാണ് നിങ്ങൾക്ക് ഒരു റിജക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ അത്ര ടെൻഷൻ അടിക്കാനുള്ള കാര്യമൊന്നും വരുന്നില്ല. അതൊന്ന് കറക്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് വീണ്ടും മെഡിക്കൽ അപ്ലൈ ചെയ്തിട്ട് മെഡിക്കലി ഫിറ്റ് ആവാൻ സാധിക്കുന്നതാണ്. ഇനി BP അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെയാണ് വന്ന് നിങ്ങൾക്ക് റിജക്ഷൻ സംഭവിച്ചതെങ്കിൽ, ചെറിയ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ കൊണ്ടാണ് റിജക്ഷൻ സംഭവിച്ചതെങ്കിൽ നിങ്ങൾക്കത് ട്രീറ്റ്മെന്റിലൂടെ ശരിയാക്കാൻ പറ്റുന്നതായിരിക്കും. അങ്ങനെ നിങ്ങൾക്ക് വീണ്ടും മെഡിക്കലിന് റീഅപ്ലൈ ചെയ്തിട്ട് മെഡിക്കലി ഫിറ്റ് ആവാൻ സാധിക്കും. പക്ഷെ വലിയ ഇഷ്യൂസ് കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് റിജക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ മെർച്ചന്റ് നേവി കരിയർ എന്നുള്ളത് നിങ്ങൾക്ക് അങ്ങനെ അവിടെ ഒരു ഓപ്ഷൻ വരുന്നില്ല. കാരണം ഹെൽത്തിന്റെ കാര്യത്തിൽ ഒരിക്കലും കമ്പനീസ് കോംപ്രമൈസ് ചെയ്യുന്നതായിരിക്കില്ല. സോ ഈ റിയാലിറ്റീസ് ഒക്കെ നിങ്ങൾ ആദ്യം ആക്സെപ്റ്റ് ചെയ്യും. ഇവിടെ പറഞ്ഞതുപോലെ എന്താണ് റിജക്ഷൻ ആവാൻ വേണ്ടിയിട്ടുള്ള റീസൺ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ കറക്റ്റ് ചെയ്തിട്ട് മെർച്ചന്റ് നേവിയിൽ ഒരു ജോലിക്ക് കയറാൻ സാധിക്കുന്നതാണ്. സോ ആദ്യം നിങ്ങൾക്ക് എവിടെ റിജക്ഷൻ സംഭവിച്ചു എന്നുള്ള കാര്യങ്ങൾ പ്രത്യേകം ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുക. മെഡിക്കലിൽ നിങ്ങൾ റിജക്ഷൻ ആയി കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ഡ്രീം ജോബിൽ നിന്നുണ്ടാവുന്ന ഒരു ഫുൾ സ്റ്റോപ്പ് ഒന്നുമല്ല. നിങ്ങൾ കറക്റ്റ് ആയിട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഡിറക്ഷൻ ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് ആ ഒരു ഫീൽഡിൽ തന്നെ ഒരു കരിയർ ബിൽഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതായിരിക്കും. സോ റിജക്റ്റ് ആയി എന്ന് കരുതിയിട്ട് പെട്ടെന്ന് തന്നെ പാനിക് ആവരുത്. അത് കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഇഷ്യൂസ് ആണെങ്കിൽ അത് കറക്റ്റ് ചെയ്തിട്ട് വീണ്ടും റീഅപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാൻ സാധിക്കും? അതായത് മെർച്ചന്റ് നേവി ഡ്രീം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് മെഡിക്കൽ ചെയ്യുക എന്നതാണ്. സ്പോൺസർഷിപ്പും ബാക്കി എക്സാംസും കാര്യങ്ങളൊക്കെ പിന്നെ വരുന്ന കാര്യങ്ങളാണ്. മെഡിക്കല് പാസ്സാവാൻ പറ്റിയാൽ മാത്രമേ മെർച്ചന്റ് നേവിയിലേക്കുള്ള നിങ്ങളുടെ ജേർണി അവിടെ സ്റ്റാർട്ട് ആവും. ഈ ഒരു വീഡിയോ കണ്ടതുകൊണ്ട് എല്ലാവർക്കും മെഡിക്കൽ ടെസ്റ്റിനെ കുറിച്ചിട്ടും അത് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് മെർച്ചന്റ് നേവി കരിയറിൽ എന്നുള്ള കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാകും. സോ ഇനിയും ഇതുപോലെ മെർച്ചന്റ് നേവി റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം എന്റെ ചാനലിൽ നിങ്ങൾക്ക് മെർച്ചന്റ് നേവി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ സാധിക്കുന്നതായിരിക്കും. ഏതെങ്കിലും മെർച്ചന്റ് നേവി റിലേറ്റഡ് ടോപ്പിക്കിനെ കുറിച്ചിട്ട് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതും കമന്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. ഞാൻ അതിനെ കുറിച്ചിട്ടും വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട് വരുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ ചോദിക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ Instagram ID മെൻഷൻ ചെയ്യാം, അതിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. ഡ്രീം ബിഗ്, പ്രിപ്പയർ സ്മാർട്ട്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ. താങ്ക് യു.